ജാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ മാറ്റം. JMM NDAയിലേക്കെന്ന് സൂചന. ഹേമന്ത് സോറൻ BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഈ NDAയുമായി സഹകരിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഹേമന്ത് സോറൻ പോവുകയാണോ? ഡൽഹിയിലെ BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹേമന്ത് സോറന്റെ കേസിന്റെ അടക്കം പശ്ചാത്തലം നമുക്ക് മുമ്പിലുണ്ട്. ബൽറാം നെടുങ്ങാടി. രജിത, തീർത്തും നാടകീയമായ നീക്കങ്ങളാണ് ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. JMM അധ്യക്ഷൻ ഹേമനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ BJPയുമായി അടുക്കുന്നു, അല്ലെങ്കിൽ NDAയിലേക്ക് ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ദേശീയ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ മുതൽ തന്നെ കേന്ദ്ര ഏജൻസികളുടെ കേസ്, ED കേസ് അടക്കമുള്ള കേസുകൾ ഹേമന്ത് സോറൻ നേരിടുന്നുണ്ട്. അദ്ദേഹം ജയിലിലും ആയിരുന്നു ഈ കേസുകളുമായി ബന്ധപ്പെട്ട അത്തരം ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സമീപകാലത്തായി ഇന്ത്യ സഖ്യത്തിൽ നിന്നും അവഗണന നേരിടുന്നു എന്നുള്ളൊരു ആക്ഷേപം JMMനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് 12 സീറ്റുകൾ മത്സരിക്കാനുള്ള താല്പര്യം JMM പ്രകടിപ്പിച്ചിരുന്നു. അത് ജാർഖണ്ഡ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ആ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള തീരുമാനവും എടുത്തിരുന്നെങ്കിലും ഈ സഖ്യത്തിന്റെ കാര്യത്തിൽ തീർത്തും അവഗണനയാണ് നേരിട്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും എന്നുള്ള ആക്ഷേപം JMMനുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് അവസാന ഘട്ടത്തിൽ പിന്മാറുകയായിരുന്നു. ഒപ്പം തന്നെ ബീഹാറിൽ BJP അല്ലെങ്കിൽ NDA നേടിയ വലിയ വിജയവും ഹേമന്ത് സോറനെ NDA പക്ഷത്തേക്ക് നീങ്ങാൻ കാരണമായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും തുടർന്ന് NDAയിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റ് നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മറ്റ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി സഖ്യം മാറുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇരുവരും ആലോചിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ BJPയോ ഹേമന്ത് സോറനോ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഈ ഘട്ടം വരെ നടത്തിയിട്ടില്ല. രണ്ടു പക്ഷവും ഇക്കാര്യം നിഷേധിച്ചിട്ടുമില്ല ഇതുവരെയും എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇരുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാം, ഏറ്റവും ഒടുവിലായി ബൽറാം ചൂണ്ടിക്കാട്ടിയതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്ര നല്ല ബന്ധത്തിലല്ല, ഇന്ത്യ സഖ്യവുമായി അത്ര നല്ല ബന്ധത്തിലല്ല JMM ഉള്ളത്. അവിടുത്തെ സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ടാണെങ്കിലായിക്കോട്ടെ, സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് തീരുമാനം വൈകിക്കുന്നു എന്നുള്ള പരാതി പരസ്യമായി നേതാക്കൾ പറയുന്ന സാഹചര്യമുണ്ടായി. ഈ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് പോലും ആലോചിക്കേണ്ട നിലയിലാണ് എന്നൊക്കെ നേതാക്കൾ പരസ്യമായി തന്നെ പ്രതികരിക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെന്ന് കരുതേണ്ടി വരുന്നൊരു പശ്ചാത്തലം കൂടി ഇതിനുണ്ടല്ലോ ബൽറാം നെടുങ്ങാടി. തീർച്ചയായും റിജിത്ത്, ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണെങ്കിൽ ബീഹാർ വിഭജിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 20ഓളം സീറ്റുകളിൽ JMMന് കൃത്യമായി തന്നെ സ്വാധീനമുണ്ട്. അതിൽ 12 സീറ്റുകൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന അവകാശവാദവും JMM ഉന്നയിച്ചിരുന്നു. ഇന്ത്യ മഹാസഖ്യത്തിന്റെ ഭാഗമായി ബീഹാറിൽ മത്സരിക്കാനുള്ള താല്പര്യവും പ്രകടിപ്പിച്ചെങ്കിലും അത് അവഗണിക്കുകയാണ് ഉണ്ടായത്. തീർത്തും അവഗണിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച് പിന്നീട് പിന്മാറുകയായിരുന്നു JMM. എങ്കിൽ പോലും ചർച്ചയ്ക്ക് പോലും ഇന്ത്യ സഖ്യ നേതാക്കൾ സമീപിച്ചില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപം JMMനുണ്ട്. ഒപ്പം തന്നെ സമീപകാലത്തായി പാർലമെന്റിലടക്കം ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സ്വീകരിക്കുന്ന പല സമീപനങ്ങൾ സംബന്ധിച്ചും JMMന് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അത് മുന്നണിക്കുള്ളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായി ചില ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലമെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഈ നിലവിൽ കേന്ദ്ര ഏജൻസികളുടെ കേസും JMM നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഹേമന്ത് സോറൻ നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ ഭീഷണിയും അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് JMM അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ BJP നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾ അത് ഒരു സഖ്യമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പും സമാനമായ തരത്തിലുള്ള ചർച്ചകൾ JMMലെ ചില നേതാക്കൾ ഹേമന്ത് സോറന്റെ സഹോദരൻ ഉൾപ്പെടെ നടത്തിയിരുന്നു BJP നേതാക്കളുമായി. ആ ഘട്ടത്തിൽ ചില സഖ്യമാറ്റ സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ വിഷയത്തിൽ ഹേമന്ത് സോറൻ പിന്മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദര
അടക്കമുള്ളവർ BJP പക്ഷത്തേക്ക് മാറുന്നതും പിന്നീട് കണ്ടു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഹേമന്ത് സോറൻ അല്ലെങ്കിൽ JMM BJPയോടൊപ്പം NDA പക്ഷത്തേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇടപെടലിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടതുണ്ട്. ഹേമന്ത് സോറനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിലെ രാഷ്ട്രീയമായി ശ്രദ്ധേയമായി ഉറ്റുനോക്കുന്ന വിഷയങ്ങളാണ്. എന്തായാലും ജാർഖണ്ഡിൽ നാടകീയമായൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള കളമൊരുങ്ങുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. JMM NDAയിലേക്ക് പോകാൻ ചർച്ചകൾ സജീവമാക്കുന്നു. ഹേമന്ത് സോറൻ ഡൽഹിയിൽ BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.